മേരെ പ്യാരെ ഇസ്രായേലി ദേശവാസിയോ എന്ന് പറഞ്ഞത് മാത്രമേ ഹാർപ്പിക്കിന് ഓർമ്മയുള്ളൂ. പിന്നെ യക്കും ഫക്കും അല്ലാതെ തട്ടക്ക സകല പച്ചത്തെറികളും കേട്ട് കൃതജ്ഞനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങ് ഇസ്രായേലിൽ നമ്മുടെ ഹാർപ്പിക് ഹുസൈൻ. കണ്ടപ്പം സഹതാപം, എന്താ പാവം എന്തൊക്കെ തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് സംഖ്യകളെ സുഖിപ്പിച്ച് ആ സുഖം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മറ്റ് ഇസ്രായേലികളെ സുഖിപ്പിക്കാൻ അങ്ങോട്ട് കയറി ചെന്നായിരുന്നു. പിന്നെ കണ്ടപ്പോൾ തന്നെ ഇസ്രായേൽ കാർക്കിച്ച് തുപ്പാനാ തുടങ്ങിയത്. മൂപ്പര് നേരം കയറി ചെല്ലുമ്പം കുറച്ച് സയനിസ്റ്റ് ആളുകളൊക്കെ അങ്ങോട്ട് പിടിച്ച് കുറച്ച് ഫണ്ടും കുറച്ച് പൈസയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി ഇവിടുത്തെ സംഖ്യകൾ കണ്ടോടാ സംഖ്യകൾ ഞാൻ നിങ്ങളുടെ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല ഞാൻ സംഖ്യകളുടെ കൂട്ടത്തിൽ മാത്രമല്ല ഞാൻ ഇസ്രായേലി ജൂതൻ്റെ കൂട്ടത്തിലും സംഭവം എന്നും പറഞ്ഞ് കയറി ചെന്നായിരുന്നു. കയറി ചെന്നപ്പോഴേക്കും ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടിട്ടുള്ളൂ. ആദ്യ പോസ്റ്റിൽ തന്നെ പൂരത്തെറിയായിരുന്നു. അല്ല, പൂരത്തെറിയല്ല, എക്കും ഫക്കും അടക്കമുള്ള സകല സാധനങ്ങളും നീട്ടി വിളിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ഒരു ആൾ മാത്രമാണെന്ന്. ഒന്നല്ല, ആ ഒരു പോസ്റ്റിന് താഴത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനെ കണ്ട് പച്ചത്തെറി കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ നികൃഷ്ട ജീവി വന്ന പോലെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവില്ലേ, അത് മുസ്ലിം പേര് വെച്ചതുകൊണ്ടല്ലേ ഹാർപ്പിക് ഹുസൈൻ എന്നല്ലേ പേര്? അതായത് ഹാർപ്പിക് ഹുസൈൻ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഈ മുസ്ലിമിൻ്റെ പേര് വെച്ചിട്ട് മുസ്ലിമെ ചീത്ത പറഞ്ഞ് സംഘിൻ്റെ ആസനം നക്കിക്കഴിഞ്ഞാൽ ഹാർപ്പിക്കിനോട് ജീവിക്കാൻ പറ്റുള്ളൂ. അതേ ഹാർപ്പിക് അവിടെ ചെല്ലുമ്പം ആ പേര് കൊണ്ട് ആണല്ലോ പ്രശ്നം. അതായത് മുസ്ലിം എന്നുള്ള പേര് കൊണ്ടല്ലേ ഇസ്രായേലികൾക്ക് ഇത്ര ദേഷ്യം നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല പ്രശ്നം. ഈ ഇസ്രായേലി അല്ലെങ്കിൽ ജൂതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വിചാരം? ഈ മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ഒക്കെ എന്താ പറയുക, ഈ ദേഷ്യം മാത്രമാണ് ഇസ്രായേലിക്കുന്നു? അല്ല, ഇസ്രായേലി കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാത്ത ആർക്കെന്നോ ഈ ബഹുദൈവ ആരാധകരായിട്ടുള്ള, അതായത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളുകളെ, ഇവരെയാണ് ഇസ്രായേലീസിന് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാത്തത്. നമ്മൾ ഇന്ത്യയിൽ ഏത് മതവിഭാഗത്തിനും, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കാം എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക ജനാധിപത്യ മതേതരത്വ ഘടന പറഞ്ഞിട്ടുള്ളത്. അതിപ്പം തിരിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ സംഘ പറയുവാൻ നോക്കുന്നുണ്ടെങ്കിലും അതാണല്ലോ നമ്മുടെ നാട്. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിൽ നിങ്ങൾ വിചാരിച്ച പോലെ ബഹുദൈവ ആരാധകരാണ്. അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം, അതായത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിലുള്ള ആളുകൾ ലോകത്ത് ജീവിക്കാൻ പോലും അർഹരല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ 2 വീഡിയോ ഇതിന് മുമ്പ് ചെയ്തു, 2 എപ്പിസോഡായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. അതായത് ഇസ്രായേലി റാബീസ് എന്താ പറയുന്നത്, ലോകത്തെ 600 മില്യൺ ആൾക്കാർ ജീവിക്കാൻ പോലും എന്താ പറയുക ഈ ലോകത്തിന് അർഹരല്ല. അവിടെ അർഹരായിട്ടുള്ളത് ആരാണ്? ഒന്ന് ജൂതനാണ്, പിന്നെ ബഹുദൈവ ആരാധകരല്ലാത്ത മുസ്ലിമും ക്രിസ്ത്യനുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരാരും ലോകത്ത് ജീവിക്കേണ്ടെന്നാണ് റാബി പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്റ് ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തിരുന്നത്, കേട്ടു നോക്ക്. 6 billion idol worshippers who makes God angry every second of their life. Indian, Chinese, Japanese, Tibet, Nepal, Thailand, so many. India alone is 500 million. China is 2 billion. So many, 2 billion Christians which are idol worshippers. Between Chinese, Hindus, Buddhists and Christian, at least 6.5 billion people are idol worshippers that according to the Torah do not have the right to live. Idol worshipper goy, it's death penalty. Not only Jews, even a goy who bow down to an idol, who believe in JC, deserve death penalty. കേട്ടല്ലോ നിങ്ങൾ, ഇതാണ് യഥാർത്ഥ ഇസ്രായേലികളുടെ, അതായത് നമ്മുടെ ഹാർപ്പിക് എന്താണ്, സയനിസ്റ്റ് പ്രോമാക്സ് ആണ്. ഇതിനേക്കാൾ വലിയ സയനിസ്റ്റ് പ്രോമാക്സിൻ്റെ ട്രിപ്പിൾ സ്ക്വയർ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ് സംസാരിച്ച് പോയിട്ടുള്ള ടീം. അപ്പോൾ ഇമ്മാതിരി ടീം വന്നിട്ട് ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പം പുള്ളി എന്ത് വിചാരിച്ച്, നമ്മുടെ ഹാർപ്പിക് എന്ത് വിചാരിച്ച്, കൂട്ടത്തിൽ പ്രോമാക്സ് സയനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെടുത്ത് അങ്ങോട്ട് മുത്തം വെക്കും. പിന്നെ ഇവനിങ്ങനെ വാ തുറന്നു കൊടുക്കുമ്പം അവരിട്ട് കൊടുക്കുന്ന അപ്പിട്ട് അതുപോലെ അതും തിന്നിങ്ങോട്ട് പോരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നാളെ സംഖ്യകളെ സൂപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഖ്യകൾ കൊടുക്കുന്ന ആ ഒരു സുഖം, അല്ലെങ്കിൽ സംഖ്യകൾക്ക് കിട്ടുന്ന സുഖം അവിടുത്തെ ഇസ്രായേലികൾക്ക് ഇവനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ, അല്ലെങ്കിൽ എത്രയോ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ, അവിടുത്തെ സ്ഥലങ്ങൾ കാണാനും, അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ പള്ളികളുണ്ട്. ആ പള്ളികളുടെ മുമ്പിൽ കാർക്കിച്ചിട്ട് തുപ്പിപ്പോകുന്ന ടീമാണ് ആര്, ജൂതൻ എന്ന് പറഞ്ഞത്. ജൂതനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ക്രിസ്ത്യൻ ഈ 2 വിഭാഗം, അതായത് എബ്രഹാമിക് അക്കോട്ട് അല്ലെങ്കിൽ എബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ഈ ക്രിസ്ത്യനും മുസ്ലിം ജൂയിഷും ഒക്കെ, അത് ഓക്കെ. അതിനേക്കാൾ അവർക്ക് ദേഷ്യമുള്ളത് മറ്റ് പേഗൺ മതംസ്, അതായത് പേഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ എബ്രഹാമിക്കിൽ പെടാത്ത മറ്റ് ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന മതത്തിൽപ്പെട്ട ആളുകൾ. അവരാണ് ലോകത്തിൽ ജീവിക്കാൻ പോലും റെഡിയല്ല, അവന്മാരിവിടെ ലോകത്ത് വേണ്ട എന്ന് പച്ചക്ക് പറയുന്നത് ഇവരാണ്. അത് ജൂതന്മാരാണ്, ഞാനല്ല. ജൂതന്മാർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്രിസ്ത്യാനിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ, ക്രിസ്ത്യാനിൻ്റെ കുരിശയാത്ര പോലത്തെ പരിപാടിക്ക് കുരിശും കൊണ്ട് പോകുന്ന സമയത്ത് ആ കുരിശിനെ നോക്കി തുപ്പിപ്പോകുന്നവന്മാരാണ് ജൂതന്മാർ. ആ ജൂതന്മാരെന്താ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ, ചൈന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്, അതായത് ഇത്തരത്തിലുള്ള പാഗൻസ്, അതായത് മറ്റ് ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ, അവർ ലോകത്ത് ജീവിക്കേണ്ടെന്നാണ് പറഞ്ഞത്.
അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ റാബി പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്ലാമിക്, അതായത് ഈ ജൂയിഷ് പ്രോ മാക്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ മാക്സ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ടീംസ് പറയുന്നത് എന്താണോ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഹിന്ദുക്കളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇമാതിരി ടീംസ്. അവന്മാരത്രേ നമ്മൾക്ക് വില തരുന്നുള്ളൂ. ഇതൊന്നും അറിയാണ്ടൊന്നും അല്ല. കുറച്ച് സംഖ്യകളെ സുഖിപ്പിക്കുക, കിട്ടുന്ന ഫണ്ട് മാക്സിമം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അവൻ്റെ കൂട്ടത്തിൽ വേറെ 1-2 മറ്റേ മൊച്ചകളും കൂടെ പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അവസ്ഥ അതിലേക്ക് കൊടുക്കുന്ന വില, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഒരു എന്താ പറയുക, ഒരു പേര് കൊടുക്കാനും അല്ലെങ്കിൽ എന്തോ ജൂതൻ എന്തോ വലുതാന്ന് കാണിക്കാനും ഇന്ത്യയിൽ വന്ന് തള്ളാൻ വേണ്ടി കൊണ്ടുപോയത്. അത് ധരിച്ച് അവിടെ പോയിട്ട് ഞാൻ വലിയ മേരെ പ്യാരെ ദേശവാസിയോ ഇസ്രായേലി എന്നൊക്കെ പറഞ്ഞല്ലോ, മുഖത്തല്ല അവൻ്റെ അണ്ണാക്കിൽ അടിച്ച് കിട്ടും അവിടെ. സത്യത്തിൽ ഇവൻ യഥാർത്ഥത്തിൽ അങ്ങ് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ അവസ്ഥ. How can they bow down to a cow? How can they fight who's going to drink the urine of the cow and they buy it in a pharmacy paying a lot of money? In Israel, it's our job. It's our holy land. We are in charge of it. God gave it to us and He ordered us. Don't leave any place of idol worshipping in. നിങ്ങൾ കണ്ടോ ഇവർ പറയുന്നത്? അതായത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ചാണകം തിന്നുന്ന, പശുവിൻ്റെ മൂത്രം കുടിക്കുന്ന, അത് മെഡിസിനായിട്ട് കാണുന്ന, അത്രയും വിവരവും ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ടീംസാണ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഇസ്രായേലികൾ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രോ ഇസ്രായേലികളുടെ മനസ്സിലിരിപ്പാണ് നമ്മൾ ഈ കണ്ടത്. ഇത് ഇനിയെങ്കിലും സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇറാൻ യുദ്ധം വരുന്ന സമയത്ത് ഇറാനിലെ ഇസ്രായേലിനേക്കാളും അടുത്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം രാജ്യമായെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഈ പറഞ്ഞ ഇറാൻ. ഇസ്രായേലല്ല. ഇസ്രായേൽ അവസാനത്ത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് കുറച്ച് നമ്മൾ വെപ്പൺസ് വാങ്ങിയെന്നല്ലാണ്ട് ഒരു ബന്ധവും ഇസ്രായേലുമായിട്ട് നമുക്കില്ല. അത് നിങ്ങൾ ചിന്തിക്കി. അതിൽ മുസ്ലിങ്ങൾ ചാവുമ്പോഴൊക്കെ നിൻ്റെയൊക്കെ കുത്തിക്കഴപ്പും കുന്തളിപ്പും ഉണ്ടല്ലോ, അത് ആ വെറുതെയാണ്. അതും പറഞ്ഞ് നീ അങ്ങോട്ട് ചെന്ന് നീ അവിടെ ചെയ്യുന്ന പണി എന്താണ്? ഞാൻ നഴ്സസിനോട് ആദ്യം പറയട്ടെ, ഞാൻ നിങ്ങളെ അവിടെ പോയി നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന നല്ല നഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അതല്ലാണ്ട് അവിടെ പോയിട്ട് കുന്തളിപ്പ് കാണിക്കുന്ന സകല തീട്ടം വാരികളുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ ജൂതൻ്റെ തീട്ടം വാരി ജീവിക്കുന്ന നഴ്സസിനല്ല ടൈം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചിന്താഗതി വെച്ചിട്ട് മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും ഉള്ളിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് ജീവിക്കുന്ന കുറച്ച് ചെറ്റകളുണ്ട്. അങ്ങനത്തെ ടീംസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അവനൊക്കെ എന്നും തീട്ടം പാരാനേ അവിടെ വിധിയുള്ളൂ. അതല്ലാണ്ട് അവിടുത്തെ നല്ലൊരു ജോലി അവന് കൊടുക്കൂല, നല്ലൊരു ജോലിയിലേക്ക് എത്തൂല. എന്താ അവർക്ക് മതി. അതല്ലാതെ ഒരു ഹിന്ദുവിനെ, ഒരു ക്രിസ്ത്യനെ, ഒരു മുസ്ലിമിനെ അവർക്ക് വേണ്ട. ഇനി നിങ്ങൾ ഒരു ജിയോ പൊളിറ്റിക്കലി നിങ്ങൾ നോക്ക്. ഈ ജൂതന് മുസ്ലിമിനോടും ക്രിസ്ത്യാനോടും എന്താ അത്ര ദേഷ്യം? അതായത് ഇരുണ്ട കളറുള്ള യേശു വന്ന സമയത്ത് യേശുവിനെ അവർ വേണ്ട, അല്ലെങ്കിൽ അതായത് തൗറേന്ന് മാറിയിട്ട് നിങ്ങൾ ജീസസിന് അല്ലെങ്കിൽ യഹോവയിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ക്രിസ്ത്യൻ മതം അവർക്ക് എതിരായിട്ട് മാറുന്നു. ക്രിസ്ത്യൻ പിന്നെ മുസ്ലിം, അത് കഴിഞ്ഞിട്ട് വന്ന ഇസ്ലാം മതം, അതും അവർക്ക് എതിരായിട്ട് വരുന്നു. ഒരു ജിയോ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിശാല ഇസ്രായേലിൻ്റെ ഭാഗമാണെങ്കിൽ അവർക്ക് ഈ മുസ്ലിം രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും വേണം. അപ്പോൾ മുസ്ലിങ്ങളോട് മതപരമായിട്ടുള്ള ദേഷ്യത്തിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലം, ജിയോ പൊളിറ്റിക്കലി അവർക്ക് സ്ഥലം വേണം. അതിന് വേണ്ടിയിട്ട് അവർ നാട് മൊത്തം, ലോകം മൊത്തം മുസ്ലിമിനെ തീവ്രവാദികളായിട്ട് ഇതൊക്കെ കാണിക്കും. അമേരിക്കയും ഇസ്രായേലും കൂടാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകൾ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിമിൻ്റെ പേരിൽ, മുസ്ലിമിൻ്റെ പേരിൽ. അത് നിങ്ങൾ ISIS എടുത്താലും വേണ്ടില്ല, അൽഖ്വയ്ദ എടുത്താലും വേണ്ടില്ല, നിങ്ങൾ എന്തെടുത്താലും വേണ്ടില്ല, അതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കയാണ്. അത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഈ മതത്തിനെ ഇല്ലാണ്ടാക്കാൻ അതേ പേരിൽ ഇവന്മാരുണ്ടാക്കുന്ന സംഘടനകൾ. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കലി ചിന്തിക്കുന്നത് നിങ്ങൾ മാറ്റി നിർത്ത്. ഇന്ത്യനോടൊപ്പം ഹിന്ദുവിനെ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ ഹിന്ദുവിനോട് അവർക്ക് ജിയോ പൊളിറ്റിക്കലി ഒന്നുമില്ല. അവർക്ക് ആർക്കും വിശാല ഇസ്രായേൽ ഉണ്ടാക്കാൻ ഹിന്ദിയിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലെന്താണ്? പാഗൻസ് മതം, അല്ലെങ്കിൽ പാഗനാണ്, അതെങ്കിൽ ബഹുദൈവ ആരാധകരാണ്. അവർക്ക് ഒരു രീതിയിലും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത, അതായത് മുസ്ലിമിനെ അംഗീകരിച്ചാലും ക്രിസ്ത്യാനിനെ അംഗീകരിച്ചാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഹിന്ദു എന്ന് പറഞ്ഞ മതവിഭാഗത്തിനെ. അതൊന്നും അറിയില്ല. ഇസ്രായേൽ എന്തോ ഞങ്ങൾക്ക് തരുന്നുണ്ട്, ഇസ്രായേൽ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ഇസ്രായേലാണ് ഞങ്ങളുടെ ദൈവം എന്ന് വിചാരിക്കുന്ന സകല സംഘപരിവാര സംഘിക്കൂട്ടങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആരിഫിൻ്റെ പേര് മാത്രമല്ല അവിടെ പ്രശ്നം. ഇനി നിൻ്റെ പേരിട്ട് അങ്ങോട്ട് ചെന്ന് പ്രോ സയനിസ്റ്റ്, അമേ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് അമേ പ്രോ സയനിസ്റ്റ് മാക്സ് അല്ലെങ്കിൽ സയനിസ്റ്റ് മാക്സ് എന്നൊക്കെ പറഞ്ഞ് നീ അവിടെ കൊണ്ടിട്ട് പോയില്ല. നിൻ്റെ താഴത്തും വന്ന് യക്കും ഫക്കും തന്നെ അടിക്കുവന്മാർ. കാരണം എന്താ? അവരെ മനസ്സിൽ നീ ബഹുദൈവ ആരാധകനാ, ലോകത്ത് ജീവിക്കാൻ പോലും അർഹനല്ല എന്ന് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇമ്മാതിരി ഊളകൾ എന്തോ അവിടെ താലപ്പൊലിയും മറ്റേ കട്ടയും കിട്ടുന്ന വെച്ചാൽ അങ്ങോട്ട് പോയത് അവസാനം കിട്ടിയത് ഇമ്മാതിരി സാധനങ്ങളാണ്. ഏതാണേലും ഇങ്ങനെ വേണം സ്വന്തം. എന്നിട്ട് അതിട്ടിട്ട് അതും കൂടെ ഇസ്ലാമിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തെല്ലാവർക്കും അതല്ല എന്നുള്ളത് ഞാൻ 1-2 വീഡിയോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങളൊന്ന് പഠിക്കുക. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മുസ്ലിമിനെ അവർ കാണുന്നത്, ക്രിസ്ത്യനെ അവർ കാണുന്നത്, ഹിന്ദുവിനെ അവർ കാണുന്നതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പാട്. സംഘപരിവാണങ്ങളെ പഠിച്ചിട്ട് പാട്. അല്ലെങ്കിൽ ഇവനെ പോലത്തവന്മാരെ താങ്ങി രാജ്യത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഇമ്മാതിരി ഊള ചെറ്റകൾക്കുള്ള വരവേൽപ്പ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. കഷ്ടം.